Welcome all. Today we shall discuss about the electron microscope. A microscope which can resolve even very small objects like molecules, microbes, etc. The working principle of electron microscope is the wave nature of electrons, moving electrons. The first electron microscope was built in 1932. We know that for obtaining a magnified image, we usually use microscope in which we use visible light to illuminate the object. And for any such optical instrument, the resolving power is proportional to the wavelength of the light we use, or in general wavelength of whatever radiation we use to illuminate the object. Hope you know what resolving power of an optical instrument is. So optical instruments when used for your magnification can resolve means can form two distinct images of two nearby objects. Okay, അതായത് രണ്ട് വളരെ അടുത്തടുത്തുള്ള വസ്തുക്കളുടെ നമ്മളുടെ സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ രണ്ടായി കാണാത്ത പരസ്പരം ചേർന്നിരിക്കുന്ന രണ്ട് വസ്തുക്കളെ നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് രണ്ടായി കാണാൻ കഴിയുക. അതായത് രണ്ട് വ്യത്യസ്ത ഇമേജുകൾ ഉണ്ടാക്കാനുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കഴിവിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഫോയിലോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണുള്ളത്. ഓരോ മോളിക്യൂളുകളുടെ ഇടയിലും സ്പേസിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും രണ്ട് മോളിക്യൂളുകളായിട്ട് ഇവയെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രണ്ട് മോളിക്യൂളുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉള്ളതുപോലെ തോന്നില്ല. പകരം നമ്മൾ കുറേ മോളിക്യൂളുകൾക്കിടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ലെയർ ആയിട്ടാണ് കാണുക. അപ്പോൾ ഇൻസ്ട്രുമെന്റുകളുടെ റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ ആളുകളെയും വ്യത്യസ്തമായി കാണാം. മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ട്രാഫിക് സിഗ്നലുകൾ. ട്രാഫിക് സിഗ്നലുകളൊക്കെ നമുക്കറിയാം കുറെ LED-കൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ റെഡ് സിഗ്നൽ, ഒരു സർക്കുലർ ഡിസ്കിൽ നിറയെ LED-കൾ ഉണ്ടാവുക. ഓരോ LED-കൾ തമ്മിലും അകലം ഉണ്ടാവും. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഓരോ LED-കളെയും ദൂരെ കാണുന്നതിന് പകരം ഒരു സിംഗിൾ സർക്കുലർ ഡിസ്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതേപോലെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെയോ ലാപ്ടോപ്പിന്റെയോ സ്ക്രീനിലെ ഓരോ കുഞ്ഞു കുഞ്ഞു പിക്സൽസ് എന്ന് പറയുന്ന കുത്തുകളാണുള്ളത്. പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ കുറെ കുത്തുകൾ കൊണ്ട് ഇമേജ് ഉണ്ടാക്കിയതുപോലെ കാണാൻ പറ്റില്ല. നിങ്ങളതൊരു ലെൻസ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുത്തുകളെ വേർതിരിച്ച് കാണാൻ കഴിയും. അപ്പോൾ റിസോൾവിംഗ് പവർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്ത വസ്തുക്കളെ രണ്ട് വ്യത്യസ്ത വസ്തുക്കളായി കാണാനുള്ള, അതായത് രണ്ട് വ്യത്യസ്ത ഇമേജുകൾ ഉണ്ടാക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ റിസോൾവിംഗ് പവർ നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ വേവ് ലെങ്ത്തിന്റെ ഓർഡറാണ് സെപ്പറേഷൻ എങ്കിൽ നമുക്ക് ഈ വസ്തുക്കളെ രണ്ടായി കാണാൻ പറ്റും. എന്നാൽ അതിനേക്കാളും അടുത്താണ് വസ്തുക്കൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അവരെ രണ്ട് വസ്തുക്കളായിട്ട് കാണാൻ പറ്റില്ല. ആൻഡ് the reason for this is diffraction. ഇപ്പൊ നിങ്ങൾ ഒപ്റ്റിക്സിലെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കും. The maximum useful magnification, നമ്മൾ നേരത്തെ പറഞ്ഞ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാഗ്നിഫിക്കേഷനെയാണ് നമ്മൾ യൂസ്ഫുൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ പറ്റും, നമുക്കൊരു വലിയ ഇമേജ് കിട്ടും എന്നല്ലാതെ ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വേർഡ് യൂസ്ഫുൾ മാഗ്നിഫിക്കേഷൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദ മാക്സിമം യൂസ്ഫുൾ മാഗ്നിഫിക്കേഷൻ ഈസ് നിയർലി 500. അപ്പോൾ ഒരു 500 ഇരട്ടി വലുതാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് വലിയ ഇമേജുകൾ കിട്ടേക്കാം, ബട്ട് സച്ച് ഇമേജസ് ഡു നോട്ട് റിവീൽ എനി മോർ ഡീറ്റെയിൽ. കൂടുതൽ ഡീറ്റെയിൽ കാണില്ല, നമ്മൾ കുറച്ച് വലുതാക്കി കാണുമെന്ന് മാത്രം. അപ്പോൾ വേവ് ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് റിസോൾവിംഗ് പവർ കൂട്ടാനുള്ള ഒരു മാർഗം. ഇപ്പോൾ റിസോൾവിംഗ് പവർ കൂടുതലാണെന്ന് പറഞ്ഞാൽ വളരെ അടുത്തിരിക്കുന്ന വസ്തുക്കളെ പോലും വ്യത്യസ്ത ഇമേജുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ
ആ ലിമിറ്റ്, അതിന് നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. എത്ര മിനിമം സെപ്പറേഷൻ വേണം എന്നുള്ളത് അത് വേവ് ലെങ്ത്തിന്റെ ഓർഡറിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വേവ് ലെങ്ത് കുറച്ചാൽ നമുക്ക് കുറെ കൂടി ബെറ്റർ റിസോൾവിംഗ് പവർ കിട്ടും. അപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ എക്സ്റേകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. ബട്ട് ദ പ്രോബ്ലം ഇസ് ദിസ്, നിങ്ങൾക്കറിയാം എല്ലാ മൈക്രോസ്കോപ്പുകളിലും നമ്മൾ ഈ റേഡിയേഷനുകളെ ഒരു ലെൻസുകളിലൂടെ കടത്തിവിടും. എന്ന് വെച്ചാൽ നമ്മൾ അവയെ ഫോക്കസിങ് എന്ന ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി എക്സ്റേകളെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു മാർഗം, വളരെ ഇഫക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മാർഗം ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഡ്യൂ ടു ദാറ്റ് റീസൺ വി കനോട്ട് യൂസ് എക്സ്റേസ് ഫോർ എ ബെറ്റർ റിസോൾവിംഗ് പവർ. So we use fast electrons, and we know that fast electrons have associated with wave nature. That means they do behave exactly like a wave. That means they do behave exactly like a like red light or blue light or violet light. Visible light എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ഫാസ്റ്റ് ഇലക്ട്രോണുകൾക്കും പെരുമാറാൻ കഴിയും. കാരണം because they have wave nature. And we know that the wavelength is very much shorter than the wavelength of visible light. And since these electrons have got electric charge, we can basically we can control them by electric and magnetic field, and due to this we can focus such electron beams. So fast electrons have wavelength very much shorter than those of visible light and can focus using magnetic lenses, and this is because they do possess charge. Why can't you why can't you focus X-rays like this? Because X-rays have no charge associated, and therefore you cannot use magnetic lens to control X-rays. So that's the reason. Now the schematic diagram of an electron microscope is given. It has these parts. ഒരു electron source ഉണ്ടാവും. This electron source will be passed through magnetic condensing lenses, which makes them parallel, and it will be passed through the object, and this is then magnified by magnetic lenses, and then these lenses, these are just like a compound microscope. With such a real image will be formed somewhere here, and somewhere in between, not exactly here, somewhere between here, and these images further magnified by magnetic projection lens, and final image is formed here. Okay, അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് അതിലൂടെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കടത്തിവിട്ട് നമ്മൾ ഐ പീസിലൂടെ നമ്മൾ ഇമേജ് കാണുന്നത് പോലെ തന്നെ ഈ മാഗ്നറ്റിക് ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു സിമിലർ കാര്യം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വി റീപ്ലേസ് വിസിബിൾ ലൈറ്റ് വിത്ത് ഇലക്ട്രോൺ ബീം. ദാറ്റ്സ് ഓൺലി തിങ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. സോ ദീസ് മാഗ്നറ്റിക് ലെൻസസ് ആർ ബേസിക്കലി എന്താണ്, കറന്റ് ക്യാരിയിങ് കോയിൽസ്, ആൻഡ് ദേ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ദേ ആക്ട് ലൈക്ക് ലെൻസസ്. They act as lenses to focus an electron beam onto the specimen, and then produce an enlarged image on a fluorescent screen or photographic plate. Why is fluorescent screen? You can't see electrons. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്ലൂറസെന്റ് സ്ക്രീനിൽ തട്ടിച്ചാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, വിസിബിൾ ആയിട്ട് പുറത്തേക്ക് വിടും. പഴയ കാഥോഡ് റേ ട്യൂബുകളൊക്കെ പോലെ ഉപയോഗിച്ചിട്ടുള്ള ടെലിവിഷൻസ്, LED ടിവികൾക്ക് മുമ്പുണ്ടായിരുന്ന ടിവിയിലൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അതിന്റെ കാഥോഡ് റേ ട്യൂബിലൂടെ വരുന്ന ഇലക്ട്രോൺ ബീമുകൾ അതിന്റെ സ്ക്രീനിന് പുറകിലുള്ള ഫ്ലൂറസെന്റ് കോട്ടിങ്ങിൽ തട്ടുമ്പോഴാണ് ഇവിടുന്ന് വിസിബിൾ ലൈറ്റ് വരുന്നത്. നമ്മളുടെ ലാബിലുള്ള നമ്മളുടെ ഇതുണ്ടല്ലോ CRO, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അപ്പോൾ CROയിലൊക്കെ ഇത്തരത്തിലാണ് നമ്മൾ ഇമേജ് കാണുന്നത്. ഓക്കെ, വേറൊരു മാർഗം ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്, ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറൈറ്റ്, സോ one important point is this: to prevent the beam from being scattered and thereby blurring the image, thin specimen must be used. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു സ്പെസിമെൻ ആയിരിക്കണം ഇവിടെ വെച്ചിട്ടുണ്ടാവുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് the entire system must be evacuated. Fine. കാരണം ഇലക്ട്രോൺ ബീമുകൾ പോകുമ്പോൾ മറ്റ് ഒബ്ജക്റ്റുകളെ, ടൈനി പാർട്ടിക്കിൾസ് ലൈക്ക് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇൻ ദ എയർ, അവരുമായിട്ട് കൊളൈഡ് ചെയ്യാനും ഈ പാത്തിന് നമ്മൾ വിചാരിച്ച അല്ലാത്ത ഒരു ഡീവിയേഷൻ തട്ടിത്തെറിച്ച് സ്കാറ്റർ ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. ദെർബൈ വി മേ ഗെറ്റ് എ ബ്ലർഡ് ഇമേജ്, ഒരു വെൽ ഫോക്കസ്ഡ് അല്ലാത്തതുപോലെ ഒരു ഇമേജ് കിട്ടിയേക്കാം. ആൻഡ് ഡ്യൂ ടു ദിസ് റീസൺ വി ഹാവ് ടു കീപ് എവറിത്തിങ് ഇൻസൈഡ് ആൻ ഇവാക്യുവേറ്റഡ് ചേംബർ. സോ ദിസ് ഈസ്
another point to be remembered. അപ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് thin specimen ഉപയോഗിക്കണം, and the other one is you must use the system in an evacuated setup. Fine. Another point we have to stress is this: the technology of magnetic lenses does not permit the full theoretical resolution of electron waves to be realized in practice. എന്ന് വെച്ചാൽ നമുക്ക് വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിന്റെ ഇലക്ട്രോൺ ബീമുകളുടെ വേവ് ലെങ്ത്തിന്റെ അത്രയും അതിന് കിട്ടാവുന്ന തിയറിറ്റിക്കൽ ലിമിറ്റ്. ഉദാഹരണത്തിന് ഒരു 100 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 0.0037 നാനോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ theoretically speaking, if two objects are separated by this distance 0.0037 nanometer, such an electron microscope can form two distinct images. But in practice, the maximum resolving power is obtained is some 0.1 nanometer. That means if two objects are at least 0.1 nanometer apart, the images will be distinct and separate. Fine. അപ്പോൾ ഈ തിയറിറ്റിക്കൽ ലിമിറ്റ് വരെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ദ ടെക്നോളജി ഓഫ് മാഗ്നറ്റിക് ലെൻസസ് ഹാസ് ഗോട്ട് സം ലിമിറ്റേഷൻസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിയറിറ്റിക്കൽ മാഗ്നിഫിക്കേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ഫാക്ട് ദിസ് 0.1 നാനോമീറ്റർ ഈസ് സ്റ്റിൽ എ വെരി ലാർജ് റിസോൾവിംഗ് പവർ. അതായത് 0.1 നാനോമീറ്റർ ഇപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 200 നാനോമീറ്റർ റെസൊല്യൂഷൻ ഓഫ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദിസ് 0.1 നാനോമീറ്റർ ഈസ് വെരി വെരി ഗുഡ്. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പോൾ 200 നാനോമീറ്റർ എങ്കിലും അകലമുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ മോളിക്യൂളുകൾ പരസ്പരമുള്ള അകലം 200 നാനോമീറ്ററിനേക്കാളും വളരെ ചെറുതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ അത്തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും മോളിക്യൂളുകളെ പോലും കാണാൻ പറ്റില്ല. ബട്ട് using electron microscope having limit of resolution 0.1 nanometer, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളിക്കുലർ ലെവലിലേക്ക് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ്സ് അഡ്വാൻറ്റേജ്. നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ കണ്ടത് ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. അതായത് ഇലക്ട്രോണുകൾ നമ്മുടെ ഒബ്ജക്റ്റിനുള്ളിലൂടെ കടന്നു പോകുന്നത്. വേറൊരു തരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൂടി ഉണ്ട്, ദാറ്റ് ഈസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സെം. ടെം ആൻഡ് സെം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ടൂളുകളാണ്, എസ്പെഷ്യലി ഇൻ മെറ്റീരിയൽ സയൻസ് ആസ് ഫാർ ആസ് ഫിസിക്സ് സ്റ്റുഡൻസ് ആർ കൺസേൺഡ്. മെറ്റീരിയൽ സയൻസ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു സാധനമാണ് ടെം ആൻഡ് സെം. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ചില പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ ചില പുതിയ മെറ്റീരിയൽസിനെയൊക്കെ സിന്തസൈസ് ചെയ്ത് അതിന് ടെമ്മിന്റെ അനാലിസിസ് സെം ഒക്കെ എടുക്കുക, ടെം എടുക്കുക, സെം എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പോപ്പുലർ ആണ്. അപ്പോൾ ബേസിക്കലി ദേ ആർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്. ഒന്ന് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോയിലിലൂടെ, ഒബ്ജക്റ്റിന്റെ ഫോയിലിലൂടെ ഈ ഇലക്ട്രോൺ ബീമുകൾ ട്രാൻസ്മിഷൻ നടത്തുകയാണ്, ഉള്ളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതാണ് നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ കണ്ട ടൈപ്പ്. ഇനി സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീം കൊണ്ട് നമ്മൾ ഇതിനെ സ്കാൻ ചെയ്യും, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകും. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന സ്കാറ്റേഡ് തട്ടിയിട്ട് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഇലക്ട്രോണുകളെ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ദാറ്റ്സ് എ ന്യൂ ടൈപ്പ് അല്ല, ദാറ്റ്സ് എ ഡിഫറെന്റ് ടൈപ്പ്. അപ്പോൾ രണ്ട് തരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുണ്ട്. ആൻഡ് ദിസ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ യുവർ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയാണ്. അപ്പോൾ എക്സാമിന് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതുവരെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞത് വരെയുള്ളൂ. ബട്ട് നിങ്ങൾ ടെമ്മും സെമ്മും ഒക്കെ കേൾക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. ആൻഡ് ആപ്ലിക്കേഷൻസ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആർ യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് അൾട്രാ സ്ട്രക്ചർ ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ബയോളജിക്കൽ ആൻഡ് ഇനോർഗാനിക് സ്പെസിമെൻസ് ഇൻക്ലൂഡിംഗ് മൈക്രോഓർഗാനിസംസ്, സെൽസ്, ലാർജ് മോളിക്യൂൾസ്, ബയോപ്സി സാമ്പിൾസ്, ഈവൻ മെറ്റൽസ് ആൻഡ് ക്രിസ്റ്റൽസ്. അപ്പോൾ ഇതിന് വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളുടെ നേക്കഡ് ഐ കൊണ്ടോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് കൊണ്ടോ കാണാൻ കഴിയാത്ത ലോകമാണ് നമ്മളുടെ മൈക്രോസ്കോപ്പിക് വേൾഡ്. ഒരു മോളിക്കുലർ ലെവലിലുള്ള കാര്യങ്ങളെ കാണാൻ, ഒരു മോളിക്കുലർ വേൾഡിനെ നമുക്ക് കാണാൻ കഴിയുന്ന കാണാൻ നമ്മളെ സാധ്യമാക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ദേ ആർ യൂസ്ഡ് ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് അൾട്രാ സ്ട്രക്ചർ ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ബയോളജിക്കൽ, ജീവനുള്ളത്, ഇനോർഗാനിക് സ്പെസിമെനുകൾ ഇൻക്ലൂഡിങ് ഓർഗാനിസംസിനെ കാണുക, അതിലെ സെല്ലുകളെ കാണുക, ലാർജ് മോളിക്യൂളുകളെ കാണുക, ദെൻ ബയോപ്സി സാമ്പിൾസ്,
മെറ്റൽസിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിക്കുക, ക്രിസ്റ്റൽസിൻ്റെ, എസ്പെഷ്യലി ഫിസിക്സുകാർ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ക്രിസ്റ്റൽസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പാരാമീറ്റേഴ്സ്, സർഫസ് പ്രോപ്പർട്ടീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് either SEM or TEM is popularly used. And industrially also they have some applications. They're used for quality control and failure analysis. And science of microbiology owes its development to the electron microscope. So study of microorganisms like bacteria, virus and other pathogens have made the treatment of disease very effective. നിങ്ങൾക്ക് മൈക്രോബയോളജിയുടെ ഇന്നത്തെ ലോകത്തെ കറണ്ട് സിനാരിയോയിൽ മാത്രമല്ല, ഇനി ഫോർത്ത് കമ്മിങ് ആയിട്ടുള്ള എറ എന്നൊക്കെ പറയുന്നത് മൈക്രോബുകളുടെ ഒരു ലോകമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ മനുഷ്യനെ അവരുടെ കൂടെ ജീവിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ മൈക്രോബയോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ടാണ് സാധ്യമായത്. ബിക്കോസ് യു കനോട്ട് അതർവൈസ് ഒബ്സർവ് വാട്ട് ബേസിക്കലി ദിസ് മൈക്രോ ഓർഗാനിസംസ് ആർ, എന്താണ് അവരുടെ സ്ട്രക്ചർ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ബട്ട് ദിസ് മൈക്രോബയോളജി എന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ചുക്കാൻ പിടിച്ച ആളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് തീർച്ചയായും നമ്മളുടെ ഇനി വരുന്ന ലോകത്തേക്ക് വളരെ പ്രധാനപ്പെട്ട സാധ്യതകളുണ്ട്. ഓക്കെ, ഇത്രയും കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് കൂടുതൽ നിങ്ങളുടെ റീഡിംഗ് നടത്താവുന്നതാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ ധാരാളം ഇൻഫർമേഷൻ നെറ്റിൽ അവൈലബിൾ ആണ്. So thank you.